ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ആഡ് നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എന്തിനായാലും അടിപൊളിയാണ്. പിന്നെ ഒരു വിഷമം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ ഒരു വിഷമമാണേ. സ്കൂൾ സമയത്താണ് അത് കുറച്ച് മാറ്റാമായിരുന്നു എന്നൊരു തോന്നലാണ് എനിക്ക്. കാരണം പിന്നെ സ്കൂൾ സമയത്തായതുകൊണ്ട് പിള്ളേരുടെ പഠിപ്പും പ്രത്യേകിച്ച് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ബിഗ് ബോസ് കാണാൻ. അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെയാണ്. എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് കാണാൻ. ഞാൻ ടോപ്പിൽ എനിക്ക് ബ്ലെസ്ലി, പിന്നെ സെക്കൻഡ് റോബിൻ ബ്ലെസ്ലി ആയിരുന്നു. ഇതിൽ ഭയങ്കര ഇഷ്ടം. ബ്ലെസ്ലിയുടെ കട്ട ഫാനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോബിൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രജിത് കുമാർ സാറായിരുന്നു പിന്നെ ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് വൺ ആരായിരുന്നു? നമ്മുടെ പൊള്ളി താരല്ലേ, ജിൻഡോ. അപ്പോൾ ഒരുപാട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു ലവാണ്. നല്ല ഒരു മനുഷ്യനാട്ടോ. ജിൻഡോയെ പറ്റി പറയാതെ പറ്റില്ല. ഒരിക്കൽ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ നേരിൽ കാണാം എന്നൊരു വിശ്വാസമുണ്ട്. പേഴ്സണലി ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരും. അത്രയ്ക്ക് ജെന്യൂനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജിൻഡോ. മാത്രമല്ല എന്താ പറയുക, ഒരു ദിവസം നമ്മുടെ ചൂരൽമല ഒരു ഇൻസിഡൻറ്റ് സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 2000 രൂപ ഇട്ട് തന്നു അവിടത്തേക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ. ഞാൻ കുറച്ച് ഇന്നേഴ്സൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ജിൻഡോ ചേട്ടൻ ചെയ്തു തന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിൽ ഏറ്റവും ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടിയേക്ക് നമ്മുടെ ജിൻഡോ ചേട്ടന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാത്തിലും എത്ര തന്നെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പെട്ടെന്ന് ജനങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ നമുക്ക് ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ആരൊക്കെയാണ് വരുന്ന ഒരു 5 പേരുടെ ഒരു പേര് പറയാം കേട്ടോ. അതെനിക്ക് ഞാൻ വേറൊരു യൂട്യൂബ് കണ്ടിട്ട് മനസ്സിലാക്കിയതാണ്. പിന്നെ ഒരു ചെറിയൊരു ന്യൂസ് അല്ലാണ്ടേ വന്നു. നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേട്ട പേരെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അനുഗ്രഹീത കലാകാരൻ മൺമറഞ്ഞു പോയ നമ്മുടെ സുധിച്ചേട്ടൻ്റെ വൈഫ് രേണു സുധി 2 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റീൽസും ഷോർട്ട് ഫിലിമും അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ ഈ സംസ്കാരശൂന്യമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിധേയപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ബിഗ് ബോസിന് തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യും രേണു സുധിക്ക്. കാരണം ഒരു പക്ഷേ വിന്നറായി കഴിഞ്ഞാലോ ഒരു നല്ല ഫ്യൂച്ചറുണ്ട്. വിന്നറായി കഴിഞ്ഞാൽ അവരുടെ ഭാവി സെറ്റിലാവും. ഒരു സ്വന്തമായിട്ട് മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു വീട് ഇപ്പോൾ ഉണ്ടെങ്കിലും രേണുവിനില്ലല്ലോ, മക്കൾക്കല്ലേ ഉള്ളൂ. എന്തെങ്കിലും കുറച്ച് സമ്പാദിക്കാം, കുറച്ചെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ രേണു സുധിക്ക് ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ജാസി അറിയോ? ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ട്രാൻസ്ജെൻഡർ അല്ല, ആണ് തന്നെയാണ്. ഹോർമോൺസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ആഷി എന്ന് പറഞ്ഞിട്ടൊരു അവരായിട്ട് പെയറായിട്ട് അവർ ജീവിക്കുന്നു. ജാസി എന്ന് യൂട്യൂബിൽ അടിച്ച് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് നമ്മുടെ ഒരു നിള നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഹോട്ട് ന്യൂസും ഹോട്ട് പിക്ചേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസ് നിള നമ്പ്യാർ. പിന്നെ വരുന്നത് നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിൽ അനുമോൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ ബിനീഷ് ബാസ്റ്റിൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയും പേരാണ്. പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡറായ സീമ ജി വിനീത്, അത്രയും പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത്രയും പേരാണ്. ആരൊക്കെയാണ്? ബിനീഷ് ബാസ്റ്റിൻ, അനുമോൾ, രേണു സുധി, ജാസി, പിന്നെ ആരാ പറഞ്ഞേ? സീമാജി നായർ അല്ല കേട്ടോ, സീമ വിനീത് ട്രാൻസ്ജെൻഡർ. അപ്പോൾ ഇത്രയും പേരാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത്. നമുക്ക് നാളെ ഞാൻ അടുത്ത വീഡിയോ ഇടാം. അടുത്ത ആരൊക്കെയാണ് വരുന്നത് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ. അപ്പോൾ എൻ്റെ മോളൊരു ബൈ പറഞ്ഞേ. ഓക്കെ, കൊതിയെത്തിയിരിക്കും കേട്ടോ, ആദ്യം തന്നെ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും എൻ്റെ മക്കളുടെ വിശേഷമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നൈറ്റ് ശുഭരാത്രി നേരുന്നു. ബൈ.